ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ധ്യാനിന്റെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ ധ്യാനിന്റെ സിനിമകൾ വരുന്ന സമയത്ത് നല്ല കട്ട നെഗറ്റീവ് റിവ്യൂസ് ആണ് മിക്ക സിനിമകളിലും വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു ആപ് കൈസേഹോ അങ്ങാണ്ടാവുന്നു ലാസ്റ്റ് റിലീസ് ചെയ്ത പടം. അത് കഴിഞ്ഞിട്ട് ആ തഗ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിനും പക്ക നെഗറ്റീവ് റിവ്യൂസ് ആണ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു സിനിമ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ധ്യാനിന്റെ ഒരു ഗംഭീരമായ സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതും പുള്ളിക്കാരൻ നല്ല വെറൈറ്റി സ്ക്രിപ്റ്റ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ പെർഫോമൻസും ചെയ്തിട്ടുണ്ട്. സോ സംവിധായകരുടെ പേര് ഞാൻ ഇവിടെ ഒന്ന് പറയാം കേട്ടോ. സംവിധായകൻ ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണൻ രാഹുൽ ജിയും ചേർന്നാണ് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ളത് സിജു വിൽസൺ, റോണി ഡേവിഡ്, കോട്ടയം നസീർ, സീമാജി നായർ, ആനന്ദ് ബാലി, സുഭാസ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മറ്റൊരു കഥാപാത്രങ്ങളായി ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. സോ ഇതിൽ എടുത്തു പറയുന്നത് ധ്യാനിന്റെ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ റോണി ഡേവിഡ് ഒരു പോലീസ് ഓഫീസർ ആയിട്ട് വന്നിട്ടുണ്ട്. സിജു വിൽസൺ ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സോ ഇതിന്റെ ഒരു കഥ പറയുന്നത് പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ അവിടെ ഒരു കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു. നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഉജ്ജ്വലനെ പ്രസന്റിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്, കാരണം അദ്ദേഹത്തിന് ഒരു വിവാഹ ആലോചനയും കാര്യങ്ങളും ഒക്കെ കാണിച്ച് പ്രസന്റിൽ പരിചയപ്പെടുത്തിയാണ് ഈ ഒരു സിനിമ പോകുന്നത്. നമ്മുടെ ഒരു കോമിക് സ്റ്റോറിയൊക്കെ പോലെ തന്നെയാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. അത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷെർലക് ഹോംസ് കഥകളൊക്കെ ഇല്ലേ പണ്ട് ഒരുപാട് പടങ്ങളിൽ കാണിക്കത്തില്ലായിരുന്നു, അതേപോലെ തന്നെ ഒരു ഗ്രാമ പശ്ചാത്തലം, ഗ്രാമത്തിൽ ഒരു ഡിറ്റക്റ്റീവ്, അതായത് ഡിറ്റക്റ്റീവ് വലിയ വലിയ കേസുകളൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ ചലഞ്ചിങ് ആയ ഒരു കേസ് വരുന്നതും ഒരു സീരിയൽ കില്ലറിന്റെ പിടിക്കാനായി മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ്. ഒരു ത്രില്ലിംഗ് രീതിയിൽ മുന്നോട്ട് പോകുന്ന കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. മനോഹരമായ രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആണ്, നല്ല ഗംഭീരമായ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റും. കാരണം ഒരു മോശവും ഈ സിനിമയ്ക്കകത്ത് പറയാൻ പറ്റില്ല. പ്രകടനങ്ങളായാലും സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആയാലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോഫിയ പോളാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു, എന്തെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയുക, ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ത്രില്ലിംഗ് ആവും പടം. ഫസ്റ്റ് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ അറിയാലോ, ധ്യാന്റെ പടങ്ങൾ വരുമ്പോൾ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കാരണം പോലീസുകാരുടെ ഇടയിലുള്ള ടൈപ്പ് ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. സെക്കൻഡ് ഹാഫിൽ ഇച്ചിരി കൂടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പെർഫോമൻസിന്റെ ഒരു വീര്യം കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ഗംഭീരമായിട്ടാണ് ധ്യാൻ അത് ചെയ്തിട്ടുണ്ടും. ആ ഒരു ക്യാരക്ടർ ഉജ്ജ്വലൻ എന്ന് പറയുന്ന കഥാപാത്രം എല്ലാവരും തന്നെ മികച്ചതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. സോ ഇതൊരു വ്യത്യസ്തമായ സിനിമയാണ്. നമ്മുടെ സീരിയൽ കില്ലർ ടൈപ്പ് വരുന്ന ഒരു സിനിമയാണ്. അതായത് ഒരു കില്ലറെ പിടിക്കാൻ പോകുന്ന ഒരു അന്വേഷണമാണ്. അത് നല്ല ഡിഫറെന്റ് ആയി തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഡിഫറെന്റ് ആയ സിനിമ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പോയി കണ്ടു.